കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 35% തീരുവ ചുമത്താൻ US തീരുമാനിച്ചതോടെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. പുതിയ തീരുവ കാനഡയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. ഓഗസ്റ്റ് 1 മുതൽ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 35% തീരുവ ചുമത്തുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. കാനഡയുടെ പ്രതികാര നടപടികളും മയക്കുമരുന്നൊഴുക്ക് തടയാത്തതും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ഈടാക്കുന്നതുമാണ് നടപടിക്ക് പിന്നിലെന്നാണ് ട്രംപിന്റെ പ്രതികരണം. വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാനും ജൂലൈ 21 ഒരു കരാറിലെത്താനും ഇരു രാജ്യങ്ങളും ധാരണയായതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം. പുതിയ തീരുവ സംബന്ധിച്ച അറിയിപ്പ് ഡൊണാൾഡ് ട്രംപ് കത്ത് മുഖേന കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ അറിയിച്ചു. കത്തിന്റെ പകർപ്പ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലെ അക്കൗണ്ടിലൂടെ പങ്കുവച്ചു. സ്റ്റീൽ, അലുമിനിയം, വാഹനങ്ങൾ എന്നിവയുടെ നികുതിക്ക് പുറമെയാണ് 35% നികുതി കൂടി US കാനഡയ്ക്ക് ചുമത്തിയിരിക്കുന്നത്. കാനഡയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികാര നടപടികളാണ് പുതിയ തീരുവയ്ക്ക് കാരണമെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. അമേരിക്കയുമായി സഹകരിക്കുന്നതിന് പകരം കാനഡ സ്വന്തമായി തീരുവകൾ ചുമത്തി പ്രതികാരം ചെയ്യുകയാണെന്ന് ട്രംപ് കത്തിൽ പറഞ്ഞു. കാനഡ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 400% വരെ നികുതി ഈടാക്കുന്നു. ഇത് അമേരിക്കൻ കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നു. കാനഡ പ്രതികാരമായി വീണ്ടും തീരുവ കൂട്ടിയാൽ USഉം തീരുവ വർദ്ധിപ്പിക്കുന്ന ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം കനേഡിയൻ കമ്പനികൾ USൽ ഉൽപ്പാദനം നടത്തിയാൽ നികുതി ഒഴിവാക്കാമെന്നും ട്രംപ് പറഞ്ഞു. മയക്കുമരുന്നായ ഫെന്റനൈലിന്റെ ഒഴുക്ക് തടയാൻ കാനഡ തന്നോടൊപ്പം പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ കത്തിലൊരു മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് പരിഗണിക്കുമെന്നും ട്രംപിന്റെ കത്തിലുണ്ട്. കാനഡയുടെ ഫെന്റനൈൽ ഒഴുക്കിലുള്ള പങ്ക് ആരോപിച്ച് ട്രംപ് ഈ വർഷം ആദ്യം 25% തീരുവ ചുമത്തിയിരുന്നു. ജൂൺ 29 വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാനും ജൂലൈ 21 ഒരു കരാറിലെത്താനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചിരുന്നു. കാനഡയുടെ ഡിജിറ്റൽ സർവീസസ് ടാക്സ് അമേരിക്കൻ കമ്പനികൾക്കെതിരെ ചുമത്തുന്നത് നിർത്തിവെക്കാൻ കാനഡ തയ്യാറാക്കുന്നതിനെ തുടർന്ന് ട്രംപ് വ്യാപാര ചർച്ചകൾ അവസാനിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. പിന്നീട് കാനഡ ഡിജിറ്റൽ സർവീസസ് ടാക്സ് പിൻവലിച്ചതിനെ തുടർന്നാണ് വ്യാപാര ചർച്ചകൾ പുനരാരംഭിച്ചത്. ഇതിനിടെയാണ് ട്രംപിന്റെ പുതിയ തീരുവ പ്രഖ്യാപനവും ഉണ്ടാകുന്നത്. പുതിയ തീരുവ കാനഡയെ എങ്ങനെ ബാധിക്കുമെന്ന് കൂടി നോക്കാം. കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 35% തീരുവ ചുമത്താനുള്ള USന്റെ തീരുമാനം കനേഡിയൻ സാമ്പത്തിക രംഗത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. കച്ചവടം കുറയാനും സാധനങ്ങളുടെ വില കൂടാനും ഇത് കാരണമാകും. കാനഡയിലെ പല കമ്പനികളും USലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇത് കാനഡയുടെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തും. US കാനഡയുടെ ഏറ്റവും വലിയ കച്ചവട പങ്കാളിയാണ്. ഏകദേശം $400 ബില്യൺ സാധനങ്ങൾ കാനഡ USലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. പുതിയ തീരുവ കാരണം കാനഡയുടെ ഉൽപ്പന്നങ്ങൾക്ക് US മാർക്കറ്റിൽ വില കൂടും. അതിനാൽ കയറ്റുമതി കുറയാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾ, ലോഹങ്ങൾ, കൃഷി തുടങ്ങിയ മേഖലകളെ ഇത് സാരമായി ബാധിക്കും. USലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്ന കനേഡിയൻ കമ്പനികളുടെ വരുമാനം കുറഞ്ഞാൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനും പുതിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കാനും കാരണമാകും. കാനഡയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ USൽ ഉണ്ടാക്കിയാൽ തീരുവ ഒഴിവാക്കാമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ പല കമ്പനികളും USലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇത് കാനഡയിലെ തൊഴിലവസരങ്ങളെ ബാധിക്കും. ട്രംപിന്റെ പ്രഖ്യാപനം സംബന്ധിച്ച കാനഡയുടെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ട്രംപിന്റെ തീരുമാനത്തിൽ കാനഡ അതൃപ്തി അറിയിച്ചു. വ്യാപാര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചർച്ചകൾ തുടരണമെന്നും അല്ലാതെ നികുതി കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും കാനഡ പ്രതികരിച്ചു. സാമ്പത്തികപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് ശരിയായില്ലെന്നും കാനഡ അഭിപ്രായപ്പെട്ടു. ചർച്ചകൾ തുടരാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാനഡ തയ്യാറാണ്. എന്നാൽ USന്റെ ഈ തീരുമാനം പുതിയ വ്യാപാര കരാറുകൾക്ക് തടസ്സമുണ്ടാക്കുമെന്ന് കാനഡ പറയുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.